പ്രകാശ് രാജ് തമിഴിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭനായ നടനാണ്. നടൻ എന്ന നിലയിൽ പ്രകാശ് രാജിനെ ആരും ഒരിക്കലും അവഗണിക്കാറില്ല. പക്ഷേ ഒരു അവാർഡ് കമ്മിറ്റി ചെയർമാനായി കേരളത്തിലെത്തിയ പ്രകാശ് രാജ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലെടുത്ത സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വലിയ വിവാദങ്ങളും വലിയ വിമർശനങ്ങളുമാണ് ഉയർത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയ വിമർശനം ഗാനരചനയ്ക്കുള്ള അവാർഡ് വേടന് നൽകിയതിലാണ്. വേടന് പോലും അവാർഡ് നൽകിയില്ലേ എന്നാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേടനോടുള്ള സമീപനം വേടന് പോലും എന്ന പ്രയോഗത്തിലുണ്ട്. ആ പ്രയോഗത്തെക്കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹം അത് പിൻവലിച്ചു. എന്തായാലും വയലാറും ONVയും ബി ഭാസ്കരനും തുടങ്ങി മഹാപ്രതിഭകൾ ആണ് നമ്മുടെ ഗാന രചനയിൽ അവാർഡുകൾ നേടിയിട്ടുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരി അടക്കമുള്ള പ്രഗത്ഭരായ ഗാനരചയിതാക്കൾ നമുക്കുണ്ടായിരുന്നു. ഇന്നും ഗാനരചയിതാക്കൾക്ക് മലയാളത്തിൽ ഒരു കുറവുമില്ല. അതിമനോഹരമായ പാട്ടുകൾ എഴുതാൻ കഴിയുന്ന അനവധി രചയിതാക്കൾ നമുക്കുണ്ട്. ആ സന്ദർഭത്തിലാണ് വേടനെ പോലെ ഒരാളിന് അവാർഡ് നൽകിയത്. അപ്പോൾ വേടന് അവാർഡ് നൽകുന്നതിൽ മറ്റ് പല വിമർശനങ്ങളുമുണ്ട്. കാരണം ഒന്നിലേറെ സ്ത്രീപീഡന കേസുകളിൽ അദ്ദേഹം പ്രതിയാണ്. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. അതുപോലെ മയക്കുമരുന്ന് കേസിലും വേടൻ പ്രതിയാണ്. അങ്ങനെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളിന് ഒരു സർക്കാർ അവാർഡ് നൽകുമ്പോൾ അത് നമ്മുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. അതേസമയം പരാതിക്കാർ പോലും ഇല്ലാത്ത കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് MLAക്കെതിരെ CPMും DYFIയും BJPയും എല്ലാം ഇപ്പോഴും സമരരംഗത്തുള്ളത്. അപ്പോൾ ഒരു രണ്ട് നീതി ഇക്കാര്യത്തിൽ വരാൻ പാടില്ല. കാരണം കേസിൽ അകപ്പെടുന്ന ആളുകളെ ഇത്തരം അവാർഡുകളിൽ നിന്ന് പുരസ്കാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കീഴ്വഴക്കം ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, ഇത്തവണത്തെ അവാർഡിൽ ബാല നടീനടന്മാർക്ക് അവാർഡ് നൽകിയില്ല എന്നുള്ളതാണ്. അതിന് ജൂറി പറയുന്നത് മാതൃകാപരമായ ബാലകഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രങ്ങളില്ല എന്നാണ്. അതൊരിക്കലും ശരിയല്ല. കാരണം കഥാപാത്രങ്ങളുടെ നിലവാരമോ അതിൻ്റെ സന്ദേശമോ ഒന്നും നോക്കിയിട്ടല്ല അവാർഡ് തീരുമാനിക്കേണ്ടത്. ഒരു കഥാപാത്രത്തെ അത് ബാലതാരമായാലും താരമായാലും എങ്ങനെ അവതരിപ്പിക്കുന്നു, അവരുടെ അഭിനയിക്കാനുള്ള മികവ്, അതിനാണ് അവാർഡ്. അല്ലാതെ ആ സിനിമ നൽകുന്ന സന്ദേശം, ആ കഥാപാത്രം നൽകുന്ന സന്ദേശം അത് സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുമോ എന്നൊക്കെ നോക്കിയാണ് അവാർഡ് നിശ്ചയിക്കുന്നെങ്കിൽ എത്ര അവാർഡുകൾക്കാണ് അർത്ഥമുണ്ടാവുക. മറ്റൊരു കാര്യം, നല്ല മലയാള ചിത്രങ്ങൾ ഇറങ്ങിയ ഒരു വർഷമായിരുന്നു. ഇപ്പോൾ രേഖാചിത്രം, കിഷ്കിന്ധാകാന്ഡം, അങ്ങനെ തുടങ്ങി ഒട്ടനവധി നല്ല ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ. പക്ഷേ മഞ്ഞുമ്മൽ ബോയ്സിന് 10ലേറെ അവാർഡുകൾ, സംവിധായകനുൾപ്പെടെ നടനുൾപ്പെടെ സ്വഭാവ നടനുൾപ്പെടെ 10ലേറെ അവാർഡുകളാണ് മഞ്ഞുമ്മൽ ബോയ്സിന് നൽകിയത്. അത്ര മഹത്തായ ഒരു ചിത്രമാണോ, അത്രയ്ക്ക് നല്ല ഒരു ചിത്രമാണോ മഞ്ഞുമ്മൽ ബോയ്സ് എന്നത് ജൂറി മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ നല്ല ചിത്രങ്ങളെ അവഗണിക്കുകയും കയ്യടി നേടുന്ന ചിത്രങ്ങൾക്ക് പിന്നാലെ പോവുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ കയ്യടി നേടിയ ചിത്രങ്ങൾ അങ്ങനെ നോക്കിയാൽ പോലും രേഖാചിത്രവും കിഷ്കിന്ധാകാന്ഡവും എല്ലാം തിയേറ്ററുകളിൽ പോലും വിജയിച്ച ചിത്രമാണ്. അപ്പോൾ ഏതു തരത്തിൽ വിലയിരുത്തിയാലും നല്ല ചിത്രങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡത്തിലെ വിജയരാഘവൻ്റെ അഭിനയം, വിജയരാഘവനെ കുറിച്ച് ഒരു പരാമർശം പോലും ജൂറി നടത്തിയിട്ടില്ല. അത് എന്തായാലും ശരിയായ ഒരു നടപടിയല്ല. കാരണം വിജയരാഘവനെ പോലെ ഒരു നടൻ അസാധാരണമായ ഒരു പ്രകടനമാണ് കിഷ്കിന്ധാകാന്ഡത്തിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രേഖാചിത്രത്തിലെ ആസിഫ് അലിയുടെ അഭിനയം, ആസിഫ് അലി പല ചിത്രങ്ങളിലും അദ്ദേഹം വളരെ നല്ല പെർഫോമൻസാണ് ഈ കാലയളവിൽ കാണിച്ചത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ജൂറി പരാമർശം മാത്രം ആയി ഒതുങ്ങിപ്പോകുന്നത് ഒരിക്കലും ശരിയല്ല. അതുപോലെ തന്നെയാണ് നല്ല
ഗായകനുള്ള അവാർഡ് പ്രഖ്യാപനത്തെക്കുറിച്ച് ആർക്കും പരാതിയില്ല. ഈ വേടന് അവാർഡ് നൽകിയതിനെ കുറിച്ചാണ് വിമർശനങ്ങളും മറ്റും ഉയർന്നിരിക്കുന്നത്. കാരണം നമ്മൾ രചനയ്ക്ക് അവാർഡ് നൽകുമ്പോൾ അതിൻ്റെ സർഗാത്മകതയ്ക്കും അതിൻ്റെ എഴുത്തിലെ സൗന്ദര്യത്തിനും അതിൻ്റെ ഉൾക്കാമ്പിനുമെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം ഒരു രചനയ്ക്ക് അവാർഡ് നൽകേണ്ടത്. അക്കാര്യത്തിൽ എന്തായാലും ജൂറി വിമർശനം നേരിടേണ്ടത് തന്നെയാണ്.